ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ അലീനയാണെങ്കിൽ രേവതി കുട്ടിയോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കാം. മോളെ, നമ്മൾ ഒരിക്കലും അങ്ങനെ ആരെയും കണ്ണു അടച്ച് വിശ്വസിക്കരുത്. ഇപ്പോൾ അവരുടെ മനസ്സിൽ നമ്മളുണ്ടാവും. നാളെ നമ്മളെക്കാളും നല്ലൊരാൾ വന്ന അവരും അവരുടെ മനസ്സിലേക്ക് കയറി പറ്റും. നമ്മളെ അവർ സ്നേഹിക്കുമ്പോൾ ആ അവസരം മുതലെടുത്ത് ഒരിക്കലും നമ്മൾ പിടിച്ചു പറ്റാൻ നോക്കരുത്. നമ്മൾ എപ്പോഴാണെങ്കിലും മാറിക്കൊടുക്കേണ്ടവരാ. നിനക്കൊരു നോവൽ അറിയോ? ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായതാ. ചെറുതായിരിക്കുമ്പോഴാണ് ഞാൻ വായിച്ചത്. ആ നോവലിൽ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നു നായിക. ആ നായികയെ ഒരു രാജകുമാരനായ ചെറുപ്പക്കാരൻ സ്നേഹിച്ചു. അവസാനം അവരുടെ പ്രണയം ഒരുപാട് കടുപ്പത്തിലായി. അങ്ങനെ അവർ സ്നേഹിച്ച് കല്യാണം വരെ എത്തി. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിലുള്ളവർ മറ്റൊരു പെണ്ണിനെ, അതായത് ഒരു രാജകുമാരിയെ നോക്കി കല്യാണം കഴിപ്പിച്ചു കൊടുത്തപ്പോൾ ആ പെണ്ണ്, അതായത് ആ പാവപ്പെട്ട കുടുംബത്തിലെ നായികയുടെ ജീവിതം വെറും അനാഥമായി ഒറ്റയ്ക്ക് ജീവിച്ചു ആ പെൺകുട്ടി ജീവിതാവസാനം വരെ. അതൊരു നോവൽ മാത്രമല്ല, നമുക്കതൊരു പാഠവും കൂടിയാണ്. ആ പാഠം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അധികം നമ്മളൊന്നും ആഗ്രഹിക്കരുത് മോളെ. നമ്മളുടെ നിലയും വിലയും മറന്ന് നമ്മളൊന്നും ചെയ്യരുത്. എപ്പോഴും നമ്മൾ നിൽക്കുമ്പോൾ ആ വീട് നമ്മുടേതാണെന്ന് കരുതി തന്നെ സ്നേഹിക്കണം. പക്ഷെ അവിടെയുള്ളവരൊക്കെ നമുക്കുള്ളതാണെന്ന് കരുതി സ്നേഹിക്കരുത്. ഒരിക്കലും അത് നമ്മൾ ചിന്തിക്കരുത്. നമ്മളെ അവർ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ സ്നേഹം തിരിച്ചു കൊടുക്കണം എന്ന് കരുതി ആ സ്നേഹം പരിധി വിട്ടു പോകരുത്. കേട്ടല്ലോ? ചേച്ചിയും സത്യം പറഞ്ഞ മനുവേട്ടൻ ചേച്ചിയെ കെയർ ചെയ്യുന്നതും സ്നേഹിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് മോഹിച്ചു പോയി. മനുവേട്ടൻ ചേച്ചിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിലോ എന്ന്. അത് കേട്ടതും അതൊക്കെ നമ്മുടെ വെറും അത്യാഗ്രഹം മാത്രമാണ് മോളെ. അങ്ങനെ അത്യാഗ്രഹമൊന്നും വേണ്ട. നമ്മുടെ ജീവിതം എന്താണോ, നമ്മുടെ നിലയും വിലയും എന്താണോ അത് മനസ്സിലാക്കി വേണം നമ്മൾ ഒരിടത്ത് നിൽക്കാൻ. കേട്ടല്ലോ? ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു രാജകുമാരി വരാനുള്ളതാ. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ വില ഇതൊക്കെ മറക്കരുത് എന്നൊക്കെ പറയാം. ശരി ചേച്ചി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സോറി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി അലീനയെ കെട്ടിപ്പിടിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെയാണ്. വാഴത്തോട്ടത്തിലും കറിവേപ്പിലയൊക്കെ കുറേ ഉണ്ട് കേട്ടോ, നമ്മുടെ ഗ്രേസമ്മയുടെ തോട്ടം. അതൊക്കെ നോക്കി നടക്കും എങ്ങനെ അലീന. അപ്പോൾ രേവതിക്കുട്ടി കറിവേപ്പിലയും പിന്നെ വാഴലയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും അലീന അതൊക്കെ ചുറ്റി നടന്ന് കാണുക. അപ്പോൾ ദേ നിൽക്കുന്നു ഒരു കള്ളനെ കണ്ടതും അലീന പേടിച്ചു വിറച്ചു. അലീന അയാളെ തുറച്ചു നോക്കി. അലീനയെ കണ്ടതും അയാൾ ഞെട്ടിപ്പോയി. കയ്യിലിരിക്കുന്ന വാക്കത്തി എടുത്തത് ഇങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ട് അയാളും അലീനയെ തുറച്ചു നോക്കുക. രേവതിക്കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഒച്ചത്തിൽ വിളിച്ചു. ആ വിളി കേട്ടതും അയാൾ വാക്കത്തെയും കൊണ്ടൊരു ഒറ്റ ഓട്ടം. അപ്പോഴേക്ക് രേവതിക്കുട്ടി ഓടി വന്നു. എന്താ ചേച്ചി, എന്തു പറ്റി? ദേ നോക്കിയേ, ഒരു പേരും കള്ളൻ. ചേച്ചി പേടിച്ചു പോയോ? പിന്നെ പേടിക്കാതെ, അവൻ്റെ കയ്യിൽ വാക്കത്തി ഉണ്ടായിരുന്നു. എൻ്റെ കർത്താവേ, വാക്കത്തി കൊണ്ടാണോ അവൻ വന്നത്? അതെ ചേച്ചി, വാഴ വെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ദേ വാഴക്കൊല വെട്ടി അവിടെ ഇട്ടിട്ടുണ്ട്. ആഹാ, അങ്ങനെ ഇപ്പോൾ കള്ളനതൊന്നും തിന്നണ്ട. എന്തോരം ഏക്കർ കണക്കിന് തോട്ടമുള്ളത്. എന്നിട്ട് പോലും ഏക്കർ കണക്കിന് തോട്ടം ഉണ്ടായിട്ട് നോക്കാനൊന്നും ഗ്രേസമ്മക്ക് സമയമില്ല. എന്ത് ചെയ്യാനാ ചേച്ചി? ആൻറ്റിയുടെ മകൻ മരിച്ചതിന് ശേഷം ആൻറ്റിക്ക് ഇതൊന്നും ഒരു ശ്രദ്ധയില്ല. പോയാൽ പോട്ടെ എന്നും പറഞ്ഞാൽ നടക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇത്രയും പണമൊക്കെ സമ്പാദിച്ച് വെച്ചിട്ട് എന്തിനാ? ഒരു സേവിങ്സ് ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന രേവതിക്കുട്ടി ഇങ്ങനെ സങ്കടം പറയാ. സാരമില്ല, അവരെ നന്നായിട്ട് നോക്കാം, അതിനുശേഷം എന്താവുമെന്ന് നമുക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടിയും അലീനയും സംസാരിച്ചുകൊണ്ട് വാഴക്കൊലയും തൂക്കി ഇങ്ങനെ നടന്ന് പോവുക. അങ്ങനെ അവർ നടന്നൊക്കെ പോയിട്ട് അവിടെ ഇങ്ങനെ അടുക്കളയിൽ ഓരോരോ ജോലിയൊക്കെ ചെയ്ത് എല്ലാം കാലായതിനു ശേഷം അതെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുക. അതെ, എല്ലാം ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട് എന്നും പറയാണ്. ഇത് കേട്ടതും മാമച്ചായനും ഗ്രേസമ്മയും വരിക. നീ എന്തിനാടി കൊച്ചി ഇത്ര വെപ്രാളം പിടിക്കുന്നേ? പതുക്കെ കഴിച്ചാൽ പോരെ? അതെ, പെട്ടെന്ന് കഴിക്ക്. നിങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം കൊല്ലത്തിന് പോവാൻ. കൊല്ലത്തിനോ? എന്തിന്? ത്യാഗഭവനത്തിൽ. അതിന് അലീനയല്ലേ പോകുന്നേ? നീ എന്തിനാ വെപ്രാളം പിടിക്കുന്നേ? അത് പിന്നെ സ്നേഹനികേതനത്തിൽ ചിന്നുമോളെ വളർത്തിയത് ഞാനും അലീന ചേച്ചിയും കൂടിയാ. അത് പിന്നെ അലീന ചേച്ചി പോകുമ്പോൾ ഞാനും ഒന്ന് പോയാലോ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഓഹോ, അപ്പം നീ ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചൊന്നുമില്ല. അല്ലെങ്കിൽ വേണ്ട, അലീന ചേച്ചി പോയിട്ട് വാ. എന്തായാലും ഞാൻ പിന്നെ ഒരു ദിവസം പോയി കണ്ടോളാം ചിന്നുമോളെ. ഞാനിവിടെ ഇവിടെയാണല്ലോ ഉള്ളത്. ഇവിടെ അടുത്തല്ലേ. ഇവർ ഫ്രീ ആകുമ്പോൾ ഇവരുടെ കൂടെ ഞാൻ കാറിൽ പോയിക്കോളാം എന്നും നമ്മുടെ രേവതിക്കുട്ടി പറയുക. അപ്പോൾ രേവതിക്കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ മാമച്ചായൻ, അലീന മോള് പറ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവളെ വിടണോ വേണ്ടയോ? അപ്പോൾ ഗ്രേസമ്മ, അതെ, രേവതിക്കുട്ടിയോ വിടണോ വേണ്ടെന്ന് അലീന പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കും.
അത് കേട്ടതും എൻ്റെ ചേച്ചി പറയും വിടണമെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് നീ പറയുന്നത്? നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അലീന പറ, അവളും കൂടെ വരട്ടേന്നേ എന്നും അലീന പറയാ. അത് കേട്ടതും എന്നാൽ പിന്നെ പോയിട്ട് വാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടിക്ക് സന്തോഷമായി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ചേച്ചി, എൻ്റെ ആൻറ്റി അങ്കിളും പാവമാണെന്ന്. ഇപ്പം എന്തായി, ആൻറ്റി അങ്കിളും വിടാൻ തയ്യാറായി നിൽക്കുന്നത് കണ്ടോ? ഇതാണ് ഗ്രേസമ്മ ആൻറ്റിയും മാമച്ചായൻ അങ്കിളും. ഇവർ സൂപ്പർ അല്ലേ ചേച്ചി എന്നൊക്കെ പറയാ. പിന്നെ ഞങ്ങളൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ മോളെ? ഞാനും രേവതിക്കുട്ടിയും കൂടെ അവിടെ തോട്ടത്തിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ അവിടെ ഒരു കള്ളൻ. കള്ളനോ? എന്നിട്ട് എന്താ, കയ്യിൽ വലിയൊരു വാക്കത്തിയുമായിട്ട് അയാൾ നിൽക്കുക. അതിനുശേഷം അവിടെ നിന്നൊരു വാഴക്കൊല വെട്ടി. അത് കേട്ടതും എൻ്റെ ഈശോയെ, എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ മോളെ. അപ്പോൾ നമ്മുടെ അലീന, അതെ, അവൻ്റെ കയ്യിൽ വാക്കത്തി ഉണ്ടായിരുന്നതുകൊണ്ട് പിടിക്കാൻ പറ്റില്ല. പിന്നെ വാഴക്കൊല ഇട്ടേച്ച് അവനൊരു ഒറ്റ ഓട്ടം ഓടി. എൻ്റെ മാമച്ചായ, നിങ്ങളൊരു പട്ടാളക്കാരനാണെന്ന് പറഞ്ഞിട്ട് എന്താ ഉപകാരം? പട്ടാളക്കാരനെ ഒരു പേടിയില്ല ഇവിടെ ഉള്ള കള്ളന്മാർക്ക് എന്നും പറഞ്ഞ് മാമച്ചായനെ കുറ്റപ്പെടുത്തതേ. എടി രേവതിക്കുട്ടി, ഇനി നീ ഒറ്റയ്ക്ക് പറമ്പിലേക്കൊന്നും പോയേക്കരുത് കേട്ടോ. അത് കേട്ടതും അതെന്താ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? കള്ളന്മാർ ഓടി നടക്കുക. ആ സമയത്തെ അങ്ങനെ പോയി അവന്മാരുടെ മുൻപിൽ പെട്ടുകൊടുത്താലേ പിന്നെ തീർന്നു, അതോടുകൂടെ അല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടല്ലോ. ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. ഇതൊക്കെ കണ്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. രേവതിക്കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മുടെ ഗ്രേസമ്മ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞതും രേവതിക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതെന്നും അലീനയ്ക്ക് മനസ്സിലായി. സന്തോഷത്തോടെ അലീന രേവതിക്കുട്ടിയെ നോക്കുക. അതേ അങ്കിളെ, ഞങ്ങളെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ട് വിടണേ. ആലോചിക്കട്ടെ എന്നും പറഞ്ഞ് മാമച്ചായൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെയാണ്. വൈജിയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ഭയങ്കര പണിയാ. കൃഷ്ണ ചപ്പാത്തി പരത്തും. ചപ്പാത്തി മാവ് മുഴുവനും ആ ചപ്പാത്തി പലകയിൽ ഒട്ടിപ്പിടിക്കും. അതിനുശേഷം കൃഷ്ണ ഇട്ട് പരത്തിക്കൊണ്ടേ ഇരിക്കുക. അമ്മേ, ഇത് ശരിയാവുന്നില്ലല്ലോ എന്നും വൈജിയോട് കൃഷ്ണ പറയാ. എടി കൊച്ചേ, എടി പൊട്ടിക്കാളി, അത് പരത്തുമ്പോഴേ ഗോതമ്പ് പൊടിയിലും ചപ്പാത്തി പലകയിലും ഇത്തിരി മാവ് പുരട്ടണം, എന്നാലേ അത് ഒട്ടിപ്പിടിക്കാതിരിക്കൂ. അല്ലാതെ പരത്താൻ നിനക്ക് പറ്റുമോ? എൻ്റെ മോളെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ഇങ്ങനെയായിരുന്നെങ്കിൽ അലീന ചേച്ചിനെ വിടണ്ടായിരുന്നു അല്ലേ എന്നും പറയുക. അത് കേട്ടതും അവൾക്ക് പിന്നെ ലീവ് വേണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ച പണി 18 നോക്കിയിട്ടും അവൾ പോയില്ലേ. പോകണ്ടെന്ന് പറയാനുള്ള അധികാരമൊന്നും നമുക്കില്ലല്ലോ. എന്ത് ചെയ്യാനാ? അതെ, അവളില്ലെങ്കിലും ഈ വീട്ടിലെ പണിയൊക്കെ നടക്കും. എനിക്ക് പണിയൊക്കെ ചെയ്യാൻ അറിയാം. പിന്നെ ബാങ്കിൽ ജോലിക്ക് പോകുന്നതുകൊണ്ടാണ് ഞാൻ ആകെ ടെൻഷനായി നിൽക്കുന്നത്. അപ്പോഴേക്കും ബബിത വരിക. എൻ്റെ അമ്മേ, ഇത്ര നേരമായിട്ടും ആയില്ലേ? ഇത് എന്തൊരു കഷ്ടമായത്. ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ ഇത്രയും നേരമോ? അത് കേട്ടതും എടി കൊച്ചേ, നീ എന്നെ പറയണ്ട. അതേ ചപ്പാത്തി പരത്തുന്ന ആൾ നോക്ക് എങ്ങനെയാ പരത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. ചപ്പാത്തി മാവ് മുഴുവനും ആ പലകയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക. അത് കേട്ടതും അതിന് ഇവൾക്ക് വല്ലതും അറിയാവോ? അവൾ ആ അലീന ഉണ്ടായിരുന്നപ്പോൾ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എല്ലാം കൃത്യസമയത്ത് കിട്ടിക്കൊണ്ടിരുന്നു. കോളേജിലും കൃത്യസമയത്ത് പോയതാ. ഇതിപ്പോൾ ആകെ മൊത്തത്തിൽ എല്ലാം തൊലഞ്ഞു. ലേറ്റായമേ, ഇനി കോളേജിൽ പോയിട്ട് കാര്യമില്ല എന്നും ബബിത പറയാ. എടി മോളെ, ഇവൾക്ക് ചപ്പാത്തി മാവ് പരത്താൻ അറിയില്ല. നീ ഒരു കാര്യം ചെയ്, നിനക്കറിയാമല്ലോ, ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യ്. പിന്നെ എന്നെ കിട്ടില്ല, ഞാൻ പരത്തേയില്ല. പിന്നെ എനിക്കല്ലേ വേറെ പണിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ബബിത ദേഷ്യപ്പെടുക. അത് കേട്ടതും നമ്മുടെ കൃഷ്ണ കേട്ടല്ലോ, കിട്ടിയല്ലോ, എല്ലാ സഹായത്തിനും ഞാനേ ഉണ്ടാവും എന്നും വൈജയോട് പറയാം. നിങ്ങൾ തമ്മിൽ തല്ലാതെ ഈ ചപ്പാത്തിക്ക് ഒരു തീരുമാനം ഉണ്ടാക്ക് എന്നും പറഞ്ഞുകൊണ്ട് വൈജ, അമ്മേ, അവളെ വിടണ്ടായിരുന്നു അല്ലേ? ആ ചേച്ചിയെ വിടാതിരിക്കാനേ അമ്മ പഠിച്ച പണി 18 നോക്കിയതാ. പക്ഷെ ഒരു രക്ഷയുമില്ല. അമ്മയുടെ മനസ്സെനിക്കറിയാമല്ലോ. ജോലിയെടുക്കാൻ പാടാണെന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം. എന്നിട്ടോ ജോലി ചെയ്യുന്നവരെ ഒരു നല്ല വാക്ക് പോലും പറയത്തുമില്ല. ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ജോലിക്ക് നിന്നവരൊന്നും രണ്ടാമത്തെ പ്രാവശ്യം തിരിച്ചു വരില്ല, അതുറപ്പാ എന്നും കൃഷ്ണ. നിന്നോട് മര്യാദയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അമ്മ ഭീഷണിപ്പെടുത്തുന്നോ? എന്നാൽ ഞാൻ ഉണ്ടാക്കുന്നില്ല, ഞാൻ ഈ ജോലി അങ്ങ് വിട്ടു എന്നും പറഞ്ഞ് കൃഷ്ണ മാവ് അവിടെ ഇട്ടിട്ട് പോകാൻ നോക്കുക. മോളെ സോറി അടി, സോറി ഒന്ന് ചെയ്തു അടി. അങ്ങനെ മര്യാദയ്ക്ക് പറ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ വൈജയെ കളിയാക്കുക. എൻ്റെ കഷ്ടകാലം ഉണ്ടായിരുന്നവളെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ അലീനയെക്കുറിച്ച് ആലോചിക്കുക. അലീന ഉണ്ടായപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു. നേരത്തിന് ഭക്ഷണം, സമയത്ത് എല്ലാവരും ജോലിക്ക് പോവുക. ഇതിപ്പോൾ വൈജയും പോയിട്ടില്ല, പിള്ളേരും പോയിട്ടില്ല, ബാലചന്ദ്രൻ പോലും പോയിട്ടില്ല. ബാലചന്ദ്രൻ പോകുന്നത് പിന്നെ സ്വന്തം ജ്വല്ലറിയിലേക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ വൈജ ഒരു പ്രൈവറ്റ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യസമയത്ത് പോയില്ലെങ്കിൽ ജോലി പോവും. ബബിത കോളേജിലും കൃഷ്ണ സ്കൂളിൽ പോകുന്നതുകൊണ്ട് എല്ലാവർക്കും ചീത്ത
ചീത്ത കേൾക്കേണ്ട അവസ്ഥയാണ്. ഇന്നത്തെ കഷ്ടം. നമ്മുടെ വൈജ അലീനയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അലീനയെയും രേവതിക്കുട്ടിയെയുമാണ്. അവർ രണ്ടുപേരും മേക്കപ്പൊക്കെ ചെയ്തിങ്ങനെ നിൽക്കുക. അപ്പോൾ അലീനയ്ക്ക് വലിയ മേക്കപ്പൊന്നുമില്ല, നല്ല സാധാരണ പോലെ പൊട്ടൊന്നും തൊടാതെ അങ്ങനെ ഒന്ന് പൗഡർ പോലും ഇട്ടിട്ടില്ല, അങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിലോ മുഖം മുഴുവനും മേക്കപ്പൊക്കെ ഇട്ടിട്ട് നല്ല റോസ് പൗഡറൊക്കെ ഇട്ട് നല്ല ക്രീമൊക്കെ തേച്ച് ലിപ്സ്റ്റിക്കൊക്കെ അടിച്ച് നല്ല സുന്ദരിയായിട്ട് നിൽക്കുക. ചേച്ചി നോക്കിയേ, എൻ്റെ മേക്കപ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓവറായിട്ട് തോന്നുന്നുണ്ടോ? ഏയ് ഇല്ല മോളെ, നീ സുന്ദരിയല്ലേ. ഓ പിന്നെ എത്രയൊക്കെ മേക്കപ്പ് ഇട്ടാലും ചേച്ചിയുടെ അത്ര ഭംഗി വരില്ല. കണ്ടില്ലേ, ഞാൻ മേക്കപ്പ് ഇട്ടപ്പോഴാണ് കാണാൻ ഭംഗി. എന്നാൽ ചേച്ചിയോ ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല, എന്നിട്ട് നോക്കി എന്തൊരു ഭംഗിയാന്ന്. എൻ്റെ കൊച്ചേ, അതൊക്കെ ഒന്നും നീ പറയല്ലേ, അങ്ങനെയൊന്നുമില്ല. ചേച്ചിക്ക് മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന രേവതിക്കുട്ടിയെ സമാധാനിപ്പിക്കുക. കൊല്ലം വരെ നമ്മൾ ഒറ്റയ്ക്ക് ബസ്സിന് പോകണോ ചേച്ചി? അതിനെന്താ, നമ്മൾ നികേതനത്തിൽ നിന്നും ത്യാഗഭവനിലേക്ക് ബസ്സിന് ഒറ്റയ്ക്കല്ലേ പോയത്, പിന്നെ എന്താ കുഴപ്പം? എന്നാലും ചേച്ചി വല്ലാത്തൊരു സങ്കടം. ഞാനേ അങ്കിളോടും ആൻറ്റിയോടും പറയാം, അവർ കാറെ കൊണ്ട് വിടുകയാണെങ്കിലോ? വേണ്ട മോളെ, അങ്ങനെ നമ്മൾ ഒരാളെയും ബുദ്ധിമുട്ടിക്കരുത്. അവർ നമ്മളെ പരമാവധി സ്നേഹിക്കുന്നുണ്ട്. ഇതുപോലൊരു ആൻറ്റി അങ്കിളെയും കിട്ടണമെങ്കിൽ നമ്മൾ പുണ്യം ചെയ്യണം. നിനക്ക് ഇത്രയും നല്ലൊരു കുടുംബത്തിൽ ജോലി കിട്ടിയത് എനിക്ക് നല്ല സന്തോഷമുള്ളൂ. നീ ഇവിടെ ഒരു ജോലിക്കാരിയല്ല, ഈ കുടുംബത്തിലെ ഒരാളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതിന് കാരണക്കാരൻ ആ ആൻറ്റിയും അങ്കിളുമാണ്. അതുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം നീ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ നോക്കണം, കേട്ടല്ലോ? അവരുടെ മകൻ, അവർക്കുണ്ടായിരുന്ന ഏക മകൻ അവർക്ക് നഷ്ടപ്പെട്ടു. ആ മകൻ എങ്ങനെയാണോ ആ അച്ഛനെയും അമ്മയും നോക്കേണ്ടിയിരുന്നത്, അതുപോലെ നീയും നോക്കണം. ഒരിക്കലും മറക്കരുത്, ഒരിക്കലും അവരെ ഉപേക്ഷിക്കരുത്. അവർ പറയുന്നിടത്തോളം കാലം നീ ഇവിടെ തന്നെ ഉണ്ടാവണം. അവരിറങ്ങിപ്പോകാൻ പറഞ്ഞാൽ മാത്രമേ നീ ഇറങ്ങിപ്പോകാവൂ, കേട്ടല്ലോ? അത് കേട്ടതും ശരിയാ ചേച്ചി, എനിക്കറിയാം. ഞാനങ്ങനെ അവരെ വിട്ടു പോകില്ല. അവർക്ക് എന്ത് അസുഖം വന്നാലും എന്ത് ആപത്ത് വന്നാലും അവരെ ഞാൻ മുന്നിൽ നിന്ന് ശുശ്രൂഷിക്കും. ചേച്ചിക്കറിയോ, സത്യം പറഞ്ഞാൽ എനിക്കവർ ആൻറ്റിയും അങ്കിളും അല്ല, എൻ്റെ അച്ഛനും അമ്മയാണ്. എൻ്റെ അച്ഛനും അമ്മയായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. എനിക്ക് ഇങ്ങനൊരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ പൊന്നുപോലെ നോക്കില്ല ഞാൻ, അതുപോലെ തന്നെ ഞാൻ നോക്കും അവരെ. അവർക്ക് ഒരു കുഴപ്പവും ഒരു കുറവും ഒരു ആപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല ചേച്ചി. അങ്ങനെ വേണം മോളെ. നമ്മുടെ മമ്മി നമ്മളെ എന്താ പഠിപ്പിച്ചത്? ഓർമ്മ വെച്ച കാലം മുതലേ നമ്മൾ മമ്മിയുടെ അടുത്താണ് വളർന്നത്. ആ മമ്മി നമ്മളെ പഠിച്ചത് സ്നേഹിക്കാനാ. ആ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനാ. അതുപോലെ നമ്മളത് അവർക്ക് കൊടുത്തിരിക്കണം, കേട്ടല്ലോ? ശരി ചേച്ചി, അതൊക്കെ ഞാൻ ഏറ്റു. എന്തായാലും എനിക്ക് വിശ്വാസമുണ്ട്. ചേച്ചി നോക്കിക്കോ, നമ്മൾ റെഡിയായി ഇറങ്ങുമ്പോഴത്തേക്കും മാമച്ചായൻ അങ്കിളും ഗ്രേസം ആൻറ്റിയും റെഡിയായിട്ട് വരും നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ. അവരങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് വിടുന്ന കൂട്ടത്തിലൊന്നുമല്ല. എത്ര തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് നമ്മുടെ കൂടെ വരാൻ അവർ തയ്യാറാവും. ചേച്ചിക്കറിയോ, എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാമിന് എന്നെയും കൂട്ടിക്കൊണ്ട് പോകും. എനിക്കിഷ്ടം പോലെ ഡ്രസ്സ് മേടിച്ചു തന്നിട്ടുണ്ട്. എവിടെ പോകുമ്പോഴും ഇട്ടുകൊണ്ട് പോകാൻ. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ മുഴുവനും കണ്ടോ, എല്ലാ ആൻറ്റി മേടിച്ചു തന്നതാ. സത്യം പറഞ്ഞാൽ ആ ആൻറ്റിക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കുള്ളൂ എന്ന് ആ ആൻറ്റി പറഞ്ഞതാ. അതുപോലെ തന്നെയാണ് ആ ആൻറ്റി നോക്കുന്നത്. ആ ആൻറ്റിയുടെ സ്നേഹവും സന്തോഷവും ആ ചേച്ചി എനിക്ക് വലുത്. അതുപോലെ തന്നെ ഞാൻ അവരെ നോക്കിയിരിക്കും, പൊന്നുപോലെ നോക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അലീനയോട് രേവതിക്കുട്ടി വാക്ക് കൊടുക്കുക. ഈ സമയം ഇനി എന്തായാലും ചിന്നുമോളുടെ അവസ്ഥ എന്തായിരിക്കും എന്നറിയില്ല. നീ നല്ല നിലയിലാണ് മോളെ, അതുപോലെ തന്നെ ആയിരിക്കണം ചിന്നുമോളും. സന്തോഷത്തോടെ വേണം അവിടെ ജീവിക്കാൻ. സിസ്റ്റർമാരുടെ അരികില്ല. എന്നാലും എനിക്കൊരു പേടിയുണ്ട്, അവിടെ ആരെങ്കിലും അവളെ ഉപദ്രവിക്കോ, അവൾക്ക് ആരും കൂട്ടുണ്ടാവില്ലേ എന്നൊക്കെയുള്ള ടെൻഷൻ. എപ്പോഴും ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയായിരിക്കില്ലേ ചിന്നുമോൾക്ക്. നമ്മളവളെ അവിടെ ആക്കിയിട്ട് വരുമ്പോൾ അവൾ എന്തുമാത്രം കരഞ്ഞു കാണും. നമ്മളെ കാണാൻ അവൾ കാത്തിരിക്കുമായിരുന്നായിരിക്കില്ലേ? അതെ, അത് ശരിയാ. ഇപ്പം നമ്മളെ കണ്ടു കഴിയുമ്പോൾ അവൾ സങ്കടപ്പെടുവോ ചേച്ചി? അങ്ങനെ സങ്കടപ്പെടില്ല മോളെ. ഇത്രയും മാസമായില്ലേ, ഇപ്പം അവിടുത്തെ പിള്ളേരൊക്കെ ആയിട്ട് അവൾ അടുത്ത് കാണും. ഇനി അവൾ അവിടെ നിന്ന് വിളിച്ച് അവൾ വരില്ല. അങ്ങനെ മനസ്സ് മാറിയിട്ടുണ്ടാവും. അത് കേട്ടതും എന്നാലും അവളെ കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇവിടുത്തെ ആൻറ്റിയോടും അങ്കിളോടും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നെയായിരുന്നു. അത് വേണ്ട മോളെ, നമ്മളെ അവർക്കൊരു ഭാരമായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ മറ്റുള്ളവരെ കൂടെ കൊണ്ടുവന്ന് അവരെ ശല്യം ചെയ്യരുത്. ഇവിടെയുള്ളവർ അങ്ങനെയല്ല ചേച്ചി, അവർക്ക് നല്ല സ്നേഹമാണ്, അതറിയാം. പക്ഷെ എന്നാലും നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വേണം അതറിയാൻ. അവർക്കത് വെറുപ്പില്ല എന്ന് പറഞ്ഞാലും അവരെ വെറുപ്പിക്കുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യരുത്. അത് നമ്മുടെ ജീവിതത്തിന് ദോഷം ചെയ്യുമ്പോളെ. ചിന്നുമോൾ ഇപ്പം നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കട്ടെ. അവളെ പോവുക, അവിടെ പോയി അവളെ കാണുക, അവളെ കണ്ട് അവളെ സന്തോഷിപ്പിക്കുക, അവൾക്ക് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കുക. മാസം മാസം അവൾക്കുള്ള ചിലവിനുള്ള പൈസ നമുക്ക് അയച്ചു കൊടുക്കാം. അതുപോലെ അവൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. അവളെ അവർ പൊന്നുപോലെ നോക്കിക്കോളും. ഇങ്ങനെ ആരെങ്കിലും സ്പോൺസർ ചെയ്യാനുണ്ടായാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ, പഠിപ്പിനും കാര്യങ്ങൾക്കുള്ള ചിലവൊക്കെ അവർ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന രേവതിക്കുട്ടി
ഉപദേശിക്കുകയാണ്. എന്നാൽ നമുക്ക് പോകാം, സമയമായില്ലേ? ആ പോകാം ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അവരിറങ്ങാൻ തുടങ്ങുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. ചിന്നുമോളെ കണ്ട് തിരിച്ചിറങ്ങി വരുന്ന അലീനയ്ക്കും രേവതിക്കുമൊപ്പം ചിന്നുമോള് വാശി പിടിച്ചിറങ്ങുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.